ഹായ് മക്കളെ, അസ്ത്ര ഗുരുകുലത്തിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് 9ാം ക്ലാസ് ഹിന്ദിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ, അതായത് ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ജട്ട്പട്ട് ഓർ നട്ട്ഗട്ട് എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ, അതായത് ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ജിയെ ജി ഭർ എന്നാണ്. അതിലൊന്നാമത്തെ ചാപ്റ്ററായ ജട്ട്പട്ട് ഓർ നട്ട്ഗട്ട് എന്നുള്ള ചാപ്റ്റർ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ജട്ട്പട്ട് ഓർ നട്ട്ഗട്ട് അല്ലേ? അപ്പോൾ ജട്ട്പട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗത, സ്പീഡ്, എല്ലാം സ്പീഡിൽ ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, വേഗത എന്നുള്ള മീനിങ് ആണ് തരുന്നത്. അതേപോലെ നട്ട്ഗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുസൃതി, നോട്ടിയായ, കുറച്ച് കുസൃതിയൊക്കെയുള്ള അല്ലെങ്കിൽ കുസൃതി എന്നുള്ള മീനിങ് ആണ് നട്ട്ഗട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രമേശ് ഉപാധ്യായ് എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയ കഥയാണ് ജട്ട്പട്ട് ഓർ നട്ട്ഗട്ട്. ഇപ്പോൾ രണ്ട് സഹോദരങ്ങളാണ്, ജട്ട്പട്ട് എന്ന് പറയുന്ന ഒരു സഹോദരനും നട്ട്ഗട്ട് എന്ന് പറയുന്ന ഒരു സഹോദരനും. അപ്പോൾ അവരുടെ കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ജട്ട്പട്ട് ഓർ നട്ട്ഗട്ട്, ഇതാണ് പാഠത്തിൻ്റെ പേര്. രമേശ് ഉപാധ്യായ് എന്ന് പറയുന്ന കവി എഴുതിയ ഒരു കഹാനിയാണിത്. അപ്പോൾ ജട്ട്പട്ട് എന്ന വാക്കിൻ്റെ മീനിങ് വേഗം, സ്പീഡാണ്. അതേപോലെ നട്ട്ഗട്ട് എന്നുള്ള വാക്കിൻ്റെ മീനിങ് കുറച്ച് കുസൃതി, അല്ലെങ്കിൽ കുസൃതി എന്നുള്ള മീനിങ് ആണ് തരുന്നത്. അപ്പോൾ നമുക്ക് പാഠം വായിക്കാം. ഫസ്റ്റത്തെ പാരഗ്രാഫ് വായിക്കാം. ഏക് ഥാ ജട്ട്പട്ട്, ഏക് ഥാ നട്ട്ഗട്ട്. ജട്ട്പട്ട് ഉണ്ടായിരുന്നു, അതേപോലെ ഒരു നട്ട്ഗട്ടും. ഓക്കെ, ജട്ട്പട്ട് ബഡാ താ. ജട്ട്പട്ട് മൂത്തെ, ഓക്കെ, വലിയ ആൾ, ബഡാ. ഓക്കെ, നട്ട്ഗട്ട് ചോട്ടാ. നട്ട്ഗട്ട് എന്താണ്? ഇളയത്, ചെറുതാണ്. ഓക്കെ, ബഡാ കേവൽ 2 സാൽ ബഡാ താ. മൂത്ത ആൾ അല്ലെങ്കിൽ ജട്ട്പട്ട് എന്ന് പറയുന്നത് 2 വയസ്സിന് മൂത്ത ആളാണ്. ചോട്ടാ കേവൽ 2 സാൽ ചോട്ടാ. ഇളയാൾ എങ്ങനെയാണ്? 2 വയസ്സിന് ഇളയാളാണ്. ദോനോ സ്കൂൾ മേ പഠിത്തേ ഥേ. രണ്ടാളും എന്ത് ചെയ്യാണ്? സ്കൂളിൽ പഠിക്കുകയായിരുന്നു. ജട്ട്പട്ട് 5വീ മേ, നട്ട്ഗട്ട് 3री മേ. ജട്ട്പട്ട് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്സിലും നട്ട്ഗട്ട് 3ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. घर से दोनों भाई साथ साथ स्कूल जाते और साथ साथ ही वापस घर आते. അപ്പോൾ എന്താണ്? घर से വീട്ടിൽ നിന്ന്, दोनों भाई 2 സഹോദരങ്ങളും, സാത്ത് സാത്ത് സ്കൂൾ ജാത്തെ ഒരുമിച്ചാണ് ഇങ്ങോട്ട് പോകുന്നത്, സ്കൂളിലേക്ക് പോകുന്നത്. ഓർ സാത്ത് സാത്ത് ഹി വാപ്പസ് घर आते ഒരുമിച്ച് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്നതും. വേ എക് ഗാവ് മേ രഹത്തെ ഥേ. അതായത് ആ കുട്ടികൾ എവിടെയാണ് താമസിച്ചിരുന്നത്? ഒരു ഗ്രാമത്തിലായിരുന്നു. സ്കൂൾ ഉൻകെ ഗാവ് മേ നഹി, ദൂർ ദൂസറേ ഗാവ് മേ ഥാ. അതായത് എവിടെയാണ്? അവരുടെ ഗ്രാമത്തിലായിരുന്നില്ല സ്കൂള്, മറ്റൊരു ഗ്രാമത്തിൽ, ദൂരെ മറ്റൊരു ഗ്രാമത്തിലായിരുന്നു. അതായത് സ്കൂൾ ഉൻകെ ഗാവ് മേ നഹി, സ്കൂള് അവരുടെ ഗ്രാമത്തിലായിരുന്നില്ല. ദൂർ ദൂസറേ ഗാവ് മേ ഥാ, അതായത് ദൂരെ മറ്റൊരു ഗ്രാമത്തിലായിരുന്നു. वहाँ तक पैदल जाना पड़ता था और पैदल ही वापस आना पड़ता था. वहाँ तक എന്ന് പറഞ്ഞാൽ അവിടെ വരെ. पैदल जाना पड़ता था, पैदल എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽനടയായിട്ട്, ഓക്കെ, നടന്നു പോകണമായിരുന്നു. ഓർ पैदल ही वापस आना पड़ता था, അതായത് അങ്ങോട്ടേക്ക് മാത്രമല്ല തിരിച്ചും എന്ത് ചെയ്യണമായിരുന്നു? നടന്ന് തന്നെ വരണമായിരുന്നു. जाते समय रास्ते में उन्हें कई चीज़ें मिलती थी. जाते समय പോകുന്ന സമയത്ത് അവർക്ക് വഴിയിൽ വെച്ച്, രാസ്തേമേം വഴിയിൽ വെച്ച്, ഉന്നെ കൈ ചീസേ മിൽത്തി തീ വഴിയിൽ വെച്ച് അവർക്ക് ഒരുപാട് സാധനങ്ങൾ ലഭിക്കുമായിരുന്നു. പോഖർ, ബർഖത്ത്, ഖേത്, ബാഗ്, നാല ഓർ നദി. അപ്പോൾ പോകുന്ന സമയത്ത് കാണുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമതായിട്ട് പോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളങ്ങൾ, ചെറിയ ചെറിയ കുളങ്ങൾ. ഓക്കെ, ദെൻ ബർക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബനിയൻ ട്രീ, അതായത് നമ്മുടെ ആൽമരം. ഓക്കെ, ആൽമരം. ദെൻ ഗേത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വയലുകൾ, ഓക്കെ, പാടങ്ങൾ. ദെൻ ബാഗ് എന്ന് പറഞ്ഞാൽ ബഗീജ അല്ലെങ്കിൽ പൂന്തോട്ടം എന്ന് പറയുന്നത്. ദെൻ നാല എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ നീരുറവുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ അരുവികൾ പോലെയുള്ളത്. ഓർ നദി എന്ന് പറഞ്ഞാൽ നദി. ഓക്കെ, ഇത്രയൊക്കെ അവർക്ക് വഴിയിൽ കാണുമായിരുന്നു. വാപ്പസ് ആനെ പർ ബി രാസ്തേ മേം ഉന്നെ കൈ ചീസേ മിൽത്തി തീ. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത്, അങ്ങോട്ട് പോകുമ്പോൾ മാത്രമല്ല, അവർക്ക് തിരിച്ചു വരുമ്പോഴും എന്താണ്? ഒരുപാട് വസ്തുക്കൾ ലഭിക്കുമായിരുന്നു. എന്തൊക്കെയാണ് ലഭിക്കുന്നത് നോക്കൂ. നദി ലഭിക്കുമായിരുന്നു. നാല ലഭിക്കുമായിരുന്നു. അതായത് നാല എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ നീരുറവകൾ. ബാഗ് പൂന്തോട്ടം. ഖേത്ത് വയലുകൾ. ബർഖത്ത് എന്ന് പറഞ്ഞാൽ ബനിയൻ ട്രീ. ഓർ പോഖർ. അപ്പോൾ ഈ അങ്ങോട്ട് പോകുമ്പോൾ കണ്ട അതേ കാര്യങ്ങൾ തന്നെ
തിരിച്ച് വരുമ്പോഴും അവർക്ക് ലഭിക്കുമായിരുന്നു. നോക്കാം. ജട്ട്പട്ട് തേസ് തേസ് ചൽത്താ താ, നട്കട്ട് ധീരെ ധീരെ. ജട്ട്പട്ട് വേഗം വേഗം നടക്കുമായിരുന്നു. പക്ഷെ നട്കട്ട് ആണെങ്കിലോ മെല്ലെ മെല്ലെ മാത്രമേ നടക്കുകയുള്ളൂ. ജട്ട്പട്ട് ബർക്കത്ത് തക് പഹുഞ്ചാത്ത തബ് തക് നട്കട്ട് പോക്കർ തക് ഹി പഹുഞ്ചാ ഹോത്ത. അതായത് അവരുടെ നടത്തത്തിൻ്റെ വേഗതയാണ് പറയുന്നത്. ജട്ട്പട്ട് ബർക്കത്ത് തക് പഹുഞ്ചാത്ത, അതായത് ബർക്കത്തിൻ്റെ അടുത്ത്, ബനിയൻ ട്രീൻ്റെ അടുത്ത് ജട്ട്പട്ട് എത്തുന്ന സമയത്തേക്ക് നട്കട്ട് എവിടെ വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ? പോഖർ, അതായത് കുളത്തിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ. കുളം കഴിഞ്ഞിട്ടാണ് ഇത് ബനിയൻ ട്രീ. അപ്പോൾ എന്താണ്, ബനിയൻ ട്രീൻ്റെ അടുത്ത് ജട്ട്പട്ട് എത്തുമ്പോൾ നട്കട്ട് എവിടെ വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ? കുളത്തിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ. ജട്ട്പട്ട് ബാഗ് തക് പഹുഞ്ചാത്ത തബ് തക് നട്കട്ട് ഖേത് തക് ഹി പഹുഞ്ചാ ഹോത്ത. അതായത് എന്താണ്, ജട്ട്പട്ട് ബാഗ് പൂന്തോട്ടത്തിനടുത്ത് എത്തുന്ന സമയത്ത് നട്കട്ട് എവിടെ വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ? വയലിനടുത്ത് വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ. झटपट नदी तक पहुँच जाता तब तक नटखट नाले तक ही पहुँचा होता. അതായത് എന്താണ്, ജട്ട്പട്ട് നദീൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് നട്കട്ട് എവിടെ വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ? അരുവിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ. माँ की हिदायत थी कि झटपट को छोटे भाई का ध्यान रखना है. അതായത് അമ്മയുടെ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ, മാക്കി ഹിദായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർദ്ദേശം എന്നാണ്. ഓക്കെ, അമ്മയുടെ നിർദ്ദേശമാണ് എന്ത്? ജട്ട്പട്ട് കോ ചോട്ടെ ഭായ് കാ ധ്യാൻ രഖ്നാ ഹേ. അതായത് എന്താണ്, ജട്ട്പട്ടാണ് മൂത്ത ആൾ, അതുകൊണ്ട് തന്നെ ഇളയ സഹോദരനെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കെയർ ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? മൂത്ത സഹോദരൻ്റെ ഡ്യൂട്ടിയാണ്. നട്കട്ട് കോ അപ്നെ സാത്ത് ഹി രഖ്നാ ഹേ. നട്കട്ടിനെ എന്ത് ചെയ്യണം? എപ്പോഴും തൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകണം അല്ലെങ്കിൽ കൂടെ തന്നെ കൂട്ടണം എന്നുള്ളത് ആരുടെ നിർദ്ദേശമാണ്? അമ്മയുടെ നിർദ്ദേശമാണ് എന്നാണ് പറയുന്നത്. इसलिए झटपट को आगे निकल जाने पर पीछे मुड़कर देखना पड़ता. അതായത് എന്താണ്, അമ്മയുടെ നിർദ്ദേശമാണ് എന്താണ്, മൂത്ത സഹോദരൻ നീയാണ്, ഇളയ സഹോദരനെ നീ തന്നെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിൻ്റെ കൂടെ തന്നെ കൂട്ടണം. അതുകൊണ്ട് തന്നെ എന്താ, ജട്ട്പട്ടിന് മുന്നിൽ നടക്കുന്ന സമയത്ത്, ആകെ നിക്കൽ ജാനേ പർ മുന്നിൽ നടക്കുന്ന സമയത്ത് പീച്ചെ മുഡ്കർ ദേഖ്ന പെടുത്താ. പീച്ചെ മുഡ്കർ ദേഖ്ന എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കുക, പീച്ചെ മുടിന തിരിഞ്ഞു നോക്കുക. ഓക്കെ, നോക്കേണ്ടതായിട്ട് വരാറുണ്ട്. उन्हें नटखट को पुकार कर जल्दी चलने के लिए कहना पड़ता. എന്താണ്, വെറുതെ തിരിഞ്ഞു നോക്കിയാൽ മാത്രം പോരാ, ഇടയ്ക്കിടയ്ക്ക് നട്കട്ടിനെ വിളിച്ചുകൊണ്ട്, പുകാറിനെ വിളിക്കുക. ഓക്കെ, ജൽദി ചലനെ കെ ലിയെ പെട്ടെന്ന് നടക്കാനായിട്ട് പറയേണ്ടതായിട്ടും വരാറുണ്ട്. ബാർ ബാർ റുക്കർ നട്കട്ട് കാ ഇന്തസാർ കർനാ പെടുത്താ. ചില സമയങ്ങളിൽ എങ്ങനെയാ, പോകുന്ന വഴിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെയിറ്റ് ചെയ്യണം, റുക്കന നിൽക്കുക. ഓക്കെ, നട്കട്ട് കാ ഇന്തസാർ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുക. ഇന്തസാർ കർണാപ്പെടുത്ത, അതായത് ചില സമയങ്ങളിൽ മുന്നിൽ നടക്കുന്ന സമയത്ത് ആരെ വെയിറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്? ഇടയ്ക്കിടയ്ക്ക് നിന്നിട്ട് ആരെ വെയിറ്റ് ചെയ്യണം? പുറകിൽ വരുന്ന സഹോദരനെ, നട്കട്ടിനെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. കബി സ്കൂൾ ജാനെ കെ ലിയെ ദേരി ഹോത്തി ദേഖ് നട്കട്ട് കാ ഹാത്ത് പകഡ് കർ അപ്നെ സാത്ത് ദൗടാനാ ഭി പടുത്താ. അതായത് ചില സമയങ്ങളിൽ എങ്ങനെയാ, കബി സ്കൂൾ ജാനെ കെ ലിയെ, ചിലപ്പോഴൊക്കെ സ്കൂളിലേക്ക് പോകാൻ ദേരി ഹോത്തി, ലേറ്റ് ആവുന്നത് കൊണ്ട് എന്താണ്, നട്കട്ട് കാ ഹാത്ത് പകഡ് കർ, നട്കട്ടിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അപ്നെ സാത്ത് ദൗടാനാ ഭി പടുത്താ, അവനവൻ്റെ കൂടെ എന്തു ചെയ്യണം? ദൗടാനാ, ഓടിക്കേണ്ടതായിട്ടും വരാറുണ്ട്. झटपट परेशान हो जाता और घर लौटकर माँ से शिकायत करता. അതായത് എന്താണ്, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ചട്ട്പട്ടിന് പെട്ടെന്ന് ടെൻഷനാവുക, പരേഷാൻ എന്ന് പറഞ്ഞാൽ വിഷമിക്കുക. ഓക്കെ, പരേഷാൻ ഹോക്കർ എന്ത് ചെയ്യും? ആരോട് പറയും? അമ്മയോട് വന്നിട്ട് പരാതി പറയുക. ഷിക്കായത്ത് എന്ന് പറഞ്ഞാൽ പരാതി. ഓക്കെ, അമ്മയോട് പരാതി പറയും. എങ്ങനെ? മാ ചോട്ട ബഹുത് പരേഷാൻ കർത്താ ഹേ. അമ്മേ, അനിയൻ വല്ലാണ്ട് എന്നെ വിഷമിപ്പിക്കുന്നു അല്ലെങ്കിൽ വല്ലാണ്ട് എന്ത് ചെയ്യുന്നു, ടെൻഷനാക്കാറുണ്ട്. ചോട്ടാ ഹേനാ മാ മുസ്കുറാ ദേത്തി. അപ്പം അമ്മ എന്താ പറയുക? അനിയനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ചെറിയൊരു പുഞ്ചിരിയോടെ അമ്മ പറയും. ഓർ ബഡേക്കോ തോ ചോട്ടേക്കാ ധ്യാൻ രഖ്നാ ഹി പടുത്താ ഹേ. എന്താണ്, അത് മാത്രമല്ല, എന്താ, മൂത്തയാളാണ്, ബഡേക്കോ തോ മൂത്തയാൾക്ക്, ചോട്ടേക്കാ ധ്യാൻ രഖ്നാ ഹി പടുത്താ ഹേ, ഇളയാളുടെ ശ്രദ്ധ അല്ലെങ്കിൽ ഇളയാളെ ശ്രദ്ധിക്കേണ്ടത് ആരുടെ ഡ്യൂട്ടി, ആരുടെ കടമയാണ്? മൂത്തയാളുടെ കടമയാണ് എന്ന് എന്ത് ചെയ്യും? അമ്മ പറഞ്ഞു കൊടുക്കും. ജട്ട്പട്ട് ജൂഞ്ചലാത്ത പർ കുച്ച് ന കഹ് പാത്ത. അതായത് എന്താണ്, ജട്ട്പട്ടിന് പിണക്കം വരാറുണ്ട് അമ്മ പറയുന്നത് കേട്ടിട്ട്. അമ്മ എന്താ പറയാറ്?
പിന്നെ ഇളയ സഹോദരനാണ് അവനെ ശ്രദ്ധിക്കേണ്ടത് മൂത്ത സഹോദരൻ്റെ കടമയാണ് എന്ന് പറയുമ്പോൾ ജട്പട്ടിന് എന്ത് ചെയ്യാറുണ്ട്? ദേഷ്യമൊക്കെ തോന്നാറുണ്ട്, പിണക്കമൊക്കെ തോന്നാറുണ്ട്, പക്ഷെ ഒന്നും തന്നെ പറയാറില്ല. എന്താ കാരണം? ബഡാ ഥാ ചോട്ടേക്കാ ധ്യാൻ തോ ഉസേ രഖ്നാ ഹി ഥാ. അതായത് എന്താണ്? മൂത്ത സഹോദരനാണ്. അപ്പോൾ ഇളയ സഹോദരൻ്റെ ശ്രദ്ധ ആര് തന്നെ എടുക്കണം? മൂത്ത സഹോദരൻ തന്നെ എടുക്കണം. അത് അവന് മനസ്സിലാകുമായിരുന്നു. പക്ഷേ ലേക്കിൻ ഉസേ ലഗ്താ കി നട്കട്ട് കുച്ച് സ്യാദാ ഹി നട്കട്ട് ഹേ. പക്ഷേ ചിലപ്പോഴൊക്കെ ജട്പട്ടിന് തോന്നാറുണ്ട് നട്കട്ട് കുറച്ചധികം കുസൃതിയാണ്. എന്തുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്, നോക്കാം. രാസ്ത ചലത്തെ റുക്കർ പോക്കർ കെ പാനി കെ അന്തർ की मछलियाँ और പാനി കെ ഊപ്പർ കി ബതംഖെ ദേഖ്നെ ലഗ്താ ഹേ. അതായത് എന്താണ്? ഇവൻ കുസൃതിയാണ് എന്ന് പറയുന്നതിന് കാരണമാണ് പറയുന്നത്. എന്താ? വഴിയിൽ പോകുന്ന സമയത്ത് വഴിയിൽ നിന്നിട്ട് തങ്ങിയിട്ട് പോക്കർ കെ പാനി കെ അന്തർ കി മച്ഛലിയാം, അതായത് വെള്ളത്തിനടിയിലുള്ള മീനിനെയും ഓർ പാനി കെ ഊപ്പർ കി ബതംഖെ, അതായത് വെള്ളത്തിന് മുകളിൽ നീന്തുന്ന താറാവ്, ബതംഖെ എന്ന് പറഞ്ഞാൽ താറാവിനെയും ദേഖ്നെ ലഗ്താ ഹേ, നോക്കിക്കൊണ്ടിരിക്കാറുണ്ട്. बरगद के ऊपर से नीचे आती जड़ें पकड़कर झूलने लगता है. പിന്നീടുള്ള കുസൃതിയാണ് പറയുന്നത്. ബർഗദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബനിയൻ ട്രീ, ആൽമരത്തിൻ്റെ മുകളിൽ നിന്ന് ഊപ്പർ സെ നീച്ചെ ആത്തി, അതായത് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ജഡേ, വേരുകളില്ലേ, ചെറിയ ചെറിയ വേരുകൾ, അതിൽ പിടിച്ചുകൊണ്ട് ജൂൽനെ ലഗ്താ ഹേ, ഊഞ്ഞാലാടാൻ തുടങ്ങും. ഗേത് മേ ഘുസ്കർ ഗാനെ കി കോയി ചീസ് ഗോജ്നെ ലഗ്താ ഹേ. ചിലപ്പോഴൊക്കെ എങ്ങനെയാണ്? ഗേത് മേ ഘുസ്കർ, അതായത് വയലിലേക്ക് കയറിയിട്ട്, ഗുസ്ന കടന്നു കയറുക. ഓക്കെ. ഖാനേക്ക് കോയി ചീസ്, അതായത് കഴിക്കാനുള്ള വല്ല ചീസ് സാധനങ്ങൾ, എന്തെങ്കിലും കഴിക്കാനുള്ള സാധനങ്ങൾ ഘോജ്നെ ലഗ്താ ഹേ, അന്വേഷിക്കാൻ തുടങ്ങും. ചിലപ്പോഴൊക്കെ എന്താണ്? കുളത്തിലെ മീനിനെയും കുളത്തിലുള്ള താറാവിനെയൊക്കെ നോക്കി നിൽക്കുക. ചിലപ്പോഴൊക്കെ എന്താണ്? ബനിയൻ ട്രീയിൽ നിന്ന് വരുന്നത്, അതായത് ആൽമരത്തിൻ്റെ വേരിൽ പിടിച്ച് ഊഞ്ഞാലാടുക. ചിലപ്പോഴെങ്ങനെയാണ്? വയലിനകത്ത് ചാടിപ്പോയിട്ട് എന്തെങ്കിലും കഴിക്കാനുള്ള സാധനങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ബാഗ് സെ ഗുസർനെ പർ ആം യാ അമ്രൂദ് തോഡ്നെ ലഗ്താ ഹേ. ഇനിയോ തോട്ടത്തിലൂടെ, പൂന്തോട്ടത്തിനടുത്തുകൂടി പോകുന്ന സമയത്ത് എന്തു ചെയ്യും? ആ തോട്ടത്തിനകത്തുള്ള ആം എന്ന് പറഞ്ഞാൽ മാങ്ങ. ഓക്കെ. ആം യാ അമ്രൂദ് എന്ന് പറഞ്ഞാൽ പേരക്ക. തോഡ്നെ ലഗ്താ ഹേ, എന്താണ്? മാങ്ങ പറിക്കാനോ അല്ലെ പേരക്ക പറിക്കാനോ ഒക്കെ പോകും. ഓക്കെ. नाले को उधर से इधर और इधर से उधर छलांग लगाकर പാർ കർണേക്ക ഖേൽ ഖേൽനെ ലഗ്താ ഹേ. അപ്പോൾ എന്താണ്? ചെറിയ അരുവിയാണ്. നാല എന്ന് പറഞ്ഞാൽ ചെറിയ അരുവിയാണ്. അരുവി കടക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് അവിടേക്കും അവിടെ നിന്ന് ഇവിടേക്കും ഒക്കെ ചലാങ്ക് മാർന്ന, അതായത് തുള്ളി കളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടേയിരിക്കും. അതായത് അതിനെ മറികടന്ന് പോകേണ്ടതാണ്. അപ്പോൾ ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളി കളിച്ചുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? ആ നാല കടന്നു പോകുന്നത്. നദിക്ക് പുൽക്കോ ജൽദി സെ പാർ കർണേക്കെ बजाय उसकी मुंडेर से टिककर नीचे बहती नदी को നിഹാറിനെ ലഗ്താ ഹേ. അതായത് എന്താണ്? നദിക്ക് പുൽ, അതായത് നദിയുടെ പാലം, പുല്ലെന്ന് പറഞ്ഞാൽ പാലാണ്. കോ ജൽദി സെ പാർ കർണേക്കെ ബജായ്, അതായത് എന്താണ്? നദിയുടെ പാലം പെട്ടെന്ന് മറികടക്കുന്നതിന് പകരമായിട്ട് ഉസ്കി മുണ്ടേർ എന്ന് പറഞ്ഞാൽ കൈവരി. ഓക്കെ. കൈവരി. മുണ്ടേർ സെ ടിക്ക് കർ, അതായത് മുണ്ടേറിൽ, അതായത് ഈ കൈവരിയിൽ ഒട്ടിപ്പിടിച്ചിട്ട്, ടിക്ന ഒട്ടിപ്പിടിക്കാം. ഓക്കെ. നീച്ചെ ബഹത്തി നദിക്കോ നിഹാറിനെ ലഗ്താ ഹേ. അതായത് എന്താണ്? നീച്ചെ താഴെ ഒഴുകുന്ന, ബഹത്തി എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന നദീനെ എന്ത് ചെയ്യും? സൂക്ഷിച്ചു നോക്കുക. നിഹാറിന സൂക്ഷിച്ചു നോക്കുക, വീക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ എന്ത് ചെയ്യും? അതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കും. ഏക് ദിൻ तो नटखट ने हद ही कर दी. दोनों भाई स्कूल से लौट रहे थे. नदी का पुल आया तो नटखट पुल पर चढ़ने के बजाय नीचे उतर गया और नदी किनारे जा पहुंचा. എന്താ പറയുന്നത്? ഒരു ദിവസം നട്കട്ട് ഹദ് ഹി കർദി, അതായത് അതിര് കടക്കുക, അതായത് അവൻ്റെ കുസൃതി അതിര് കടക്കുക. നമ്മൾ പറയില്ലേ, അത് അതിൻ്റെ ഏറ്റവും ലിമിറ്റ് ക്രോസ് ചെയ്യാന്ന്. അങ്ങനെ ലിമിറ്റ് ക്രോസ് ചെയ്തു. എന്താണ്? ദോനോ ഭായ് സ്കൂൾ സെ ലോട്ട് രഹേ തേ, അതായത് രണ്ട് സഹോദരങ്ങളും സ്കൂളിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു. നദി കാ പുൽ ആയ, അതായത് എന്താണ്? നദി കടന്നിട്ടാണ് പോവേണ്ടത്. അപ്പോൾ നദീൻ്റെ അടുത്തുള്ള നദിയുടെ പാലത്തിലെത്തി. ഓക്കെ. പാലത്തിൻ്റെ അടുത്തെത്തി.
तो നട്കട്ട് പുൽ പർ ചढ़ने के बजाय അതായത് എന്താണ് നട്കട്ട് പാലത്തിൽ കയറുന്നതിന് പകരം നീച്ചെ ഉതർ ഗയ ഓർ നദി കിനാരെ ജാ പഹുഞ്ച അതായത് പാലത്തിൽ കയറുന്നതിന് പകരം പാലത്തിന് താഴേക്ക് എന്ത് ചെയ്തു പാലത്തിന് താഴേക്ക് ഇറങ്ങുകയും നദീതീരത്തെത്തുകയും ചെയ്തു बस्ते में पहले से बनाकर रखी हुई कागज़ की 2 नावें निकाली और एक एक करके ബഹത്തെ പാനി മേ ചോട് ദി അതായത് എന്താണ് ബസ്തേ ബാഗിനകത്ത് പെഹലേസെ ബനാക്കർ റഖി അതായത് മുന്നേ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്ന കാഗസ് കി ദോ നാവേ അതായത് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ 2 തോണി നാവ് എന്ന് പറഞ്ഞാൽ തോണിയാണ് നിക്കാലി ബാഗിൽ നിന്ന് പുറത്തെടുത്തു ഓർ ഏക് ഏക് കർക്കെ ബഹത്തെ പാനിമേ ചോട് ദി അതായത് എന്താണ് ഓരോന്നോരോന്നായിട്ട് ഒഴുകുന്ന വെള്ളത്തിൽ എന്ത് ചെയ്തു ഇങ്ങനെ ഒഴുക്കി വിടുകയാണ് ഓക്കെ നാവ് ബഹ് ചലി തോ നട്കട്ട് ഖുഷ് ഹോക്കർ താലി ബജാനെ ലഗ അപ്പോൾ എന്താണ് ഈ തോണി വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകുന്നത് കണ്ടിട്ട് വളരെ ഹാപ്പി ആയിട്ട് നട്കട്ട് എന്ത് ചെയ്തു താലി ബജാന കൈകൊട്ടി ചിരിക്കാൻ തുടങ്ങി ഓക്കെ ബാക്കി ഉദർ पुल पर पहुंच चुके झटपट ने पीछे मुड़कर देखा तो नटखट नहीं दिखा അപ്പോൾ എന്താണ് ഇപ്പോൾ മുന്നിൽ നടക്കുന്ന ആളാണ് ജട്ട്പട്ട് അല്ലേ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കാറാണ് പതിവ് അപ്പോൾ അതേപോലെ തന്നെ പുൽ പർ പഹുഞ്ച് ചുക്കെ ജട്ട്പട്ട് അതായത് പാലത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ജട്ട്പട്ട് പീച്ചെ മുട്കർ ദേക്ക തിരിഞ്ഞു നോക്കിയ സമയത്ത് തോ നട്കട്ട് നഹി ദിഖ അതായത് ആരെ കാണുന്നില്ല നട്കട്ടിനെ കാണുന്നില്ല ജട്ട്പട്ട് ഘബ്രാ ഗയ കി നട്കട്ട് കഹാ ഗയ അപ്പോൾ ജട്ട്പട്ടിൻ്റെ സഹോദരനാണ് ഇളയ സഹോദരനാണ് അപ്പോൾ ഘബ്രാ ഗയ പേടിച്ചു പോയി എന്താണ് നട്കട്ട് എവിടെ പോയി താലി ബജാനെ കി ആവാസ് സുൻകർ നീച്ചെ ദേക്കാ തോ നട്കട്ട് നീച്ചെ നദി കിനാരെ ഗഡാ ദിഖ അപ്പോൾ എന്താണ് താലി ബജാനെ കി ആവാസ് സുൻകർ കൈ കൊട്ടുന്ന താലി ബജാന കൈ കൊട്ടുന്ന ശബ്ദം ഓക്കെ ക്ലാപ്പിംഗ് സൗണ്ട് ഓക്കെ അപ്പോൾ കൈ കൊട്ടുന്ന ശബ്ദം കേട്ടിട്ട് നീച്ചെ ദേക്കാ അപ്പോൾ ജട്ട്പട്ട് എന്ത് ചെയ്തു താഴേക്ക് നോക്കി तो നട്കട്ട് നീച്ചെ നദീ കിനാരെ ഗഡാ ദിഖ അപ്പോൾ എന്താണ് നട്കട്ടിനെ എവിടെ കണ്ടു നദീതീരത്ത് നിൽക്കുന്നതായിട്ട് കണ്ടു ജട്ട്പട്ട് കോ ഉസ് പർ ബഡാ ഗുസ്സ ആയ എന്താണ് ജട്ട്പട്ടിന് അവൻ്റെ മേലെ അതായത് നട്കട്ടിൻ്റെ മേലെ വല്ലാണ്ട് ദേഷ്യം വന്നു ഗുസ്സ എന്ന് പറഞ്ഞാൽ ദേഷ്യമാണ് ഓക്കെ ജോർ സെ ചില്ലാക്കർ ബോല അരേ ചോട്ടെ തും വഹാ നീച്ചെ ക്യാ കർ രഹേ ഹോ അപ്പോൾ എന്താണ് ദേഷ്യം വന്നുകൊണ്ടാണ് പറയുന്നത് സോർസ് ചില്ലാക്കർ പോല ഒച്ചത്തിൽ അലറിക്കൊണ്ട് ചില്ലാന അലറിക്കൊണ്ട് അരേ ചോട്ടെ ഏയ് ചോട്ടെ തും വഹാ നീച്ചെ ക്യാ കർ രഹേ ഹോ അതായത് നീ അവിടെ താഴെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നട്കട്ട് നെ ചോക്കർ ഊപ്പർ ദേക്കാ ഓർ നദി കിനാരെ രഖ അപ്ന ബസ്ത ഉഡാനെ കെ ലിയെ ചുഖ അപ്പോൾ എന്താണ് പെട്ടെന്ന് മൂത്ത സഹോദരൻ മുകളിൽ നിന്ന് വിളിക്കുന്ന കേട്ടിട്ട് ചോക്കർ ഞെട്ടുക ഓക്കെ ഞെട്ടിക്കൊണ്ട് ഊപ്പർ ദേക്ക മുകളിലേക്ക് നോക്കി ഓർ നദി കിനാരെ രഖ അപ്ന ബസ്ത ഉഡാനെ കെ ലിയെ അതായത് എന്താണ് അതിനുശേഷം മുകളിലേക്ക് നോക്കുകയും മുകളിൽ നിന്ന് നോക്കി താഴെ വെച്ചിരിക്കുന്ന ബാഗ് അതായത് നദീതീരത്ത് വെച്ചിരിക്കുന്ന അവനവൻ്റെ ബാഗ് എടുക്കാൻ വേണ്ടി എന്താണ് ചുക്ക താഴേക്ക് കുനിഞ്ഞു അച്ചാനക് ഉസ്കാ പാവ് ഫിസൽ ഗയ ഓർ വഹ് പാനി മേ ഗിർ പടാ അപ്പോൾ എന്ത് സംഭവിച്ചു പെട്ടെന്ന് ഉസ്കാ പാവ് ഫിസ്ല കാൽ വഴുതി ഓർ വഹ് പാനി മേ ഗിർ പടാ അവൻ എന്തു ചെയ്തു വെള്ളത്തിലേക്ക് വീണു പാനി കാ ബഹാവ് തേസ് ഥാ ഓർ നട്കട്ട് കോ തേർന നഹി ആതാ താ അതായത് ബഹാവ് എന്ന് പറഞ്ഞാൽ ഒഴുക്ക് ഓക്കെ പാനി കാ ബഹാവ് തേസ് ഥാ അതായത് വെള്ളത്തിൻ്റെ ഒഴുക്ക് വളരെ വേഗത്തിലായിരുന്നു ഓർ നട്കട്ട് കോ തേർന നഹി ആതാ താ നട്കട്ടിന് നീന്തൽ അറിയില്ലായിരുന്നു തേർന നീന്തൽ ഓക്കെ ചോട്ടാ സാ ഹി തോ ഥാ അതായത് എന്താണ് വളരെ കുട്ടിയായിരുന്നു 3ാം ക്ലാസ്സിലേ ആയിട്ടുള്ളൂ അല്ലേ ബഹ് ഗയാ എന്ത് ചെയ്തു ഒഴുകിപ്പോയി ഡൂബ്തേ ഉത്തരാത്തെ ദൂർ ജാനെ ലഗ എന്താണ് മുങ്ങി താഴ്ന്നുകൊണ്ട് അവൻ ദൂരേക്ക് ഒഴുകിപ്പോകാനായിട്ട് തുടങ്ങി അപ്പോൾ ബാക്കി നമുക്ക് നോക്കണ്ടേ നട്കട്ട് വെള്ളത്തിൽ വീണ് പോയി അപ്പോൾ ബാക്കി നമുക്ക് നോക്കാം ശ്രദ്ധിക്കാം ജട്ട്പട്ട് കോ തേർന ആതാ താ ജട്ട്പട്ടിന് നീന്തൽ അറിയാമായിരുന്നു ഉസ്നെ ജട്ട് അപ്ന ബസ്ത പീഠ് സെ ഉത്തരാക്കർ പുൽ കി മുണ്ടേർ പർ രഖ ഓർ നദിമേ കൂത് പടാ അതായത് എന്താണ് പെട്ടെന്ന് തന്നെ ജട്ട് സേ അതായത് പെട്ടെന്ന് തന്നെ അവനവൻ്റെ ബാഗ് ബസ്ത
പീഡ് സെ ഉത്തരാക്കർ, പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറം, അതായത് ബാഗ് വേഗം ദേഹത്തു നിന്ന് ഊരിയിട്ട് പുറത്തുനിന്ന് ഊരിയിട്ട് പുൽ കി മുണ്ടേർ പർ രഖ, അതായത് പാലത്തിൻ്റെ കൈവരിയിൽ വെച്ചു. ഓർ നദിമേ കൂത് പടാ, എന്ത് ചെയ്തു, നദിയിലേക്ക് എടുത്ത് ചാടി. തോടി ദൂർ തേർനെ കെ ബാദ് ഹി ഉസ്നെ നട്കട്ട് കോ പക്കഡ് ലിയ, അതായത് കുറച്ച് സമയം നീന്തി, കുറച്ച് ദൂരം നീന്തിയ ശേഷം അവൻ എന്ത് ചെയ്തു, നട്കടിനെ പിടിച്ചു. ഓർ കിനാരെ പർ ലേ ആയ, അതിനുശേഷം എന്ത് ചെയ്തു, നദീതീരത്തേക്ക് അവനെ കൊണ്ടുവന്നു. ജട്ട്പട്ട് കോ ഇത്നാ ഗുസ്സ ആ രഹാ ഥാ കി നട്കട്ട് കോ ദോ ചാപ്പട്ട് ലഗായേ, അതായത് എന്താണ്, ജട്ട്പട്ടിന് ഇത്രയും ദേഷ്യം ഉണ്ടായിരുന്നു. എങ്ങനെ, നട്കട്ടിന് 2 അടി കൊടുക്കാനുള്ള ദേഷ്യം. ചാപ്പട്ട് ലഗായ, ചാപ്പട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി കൊടുക്കുക. ഓക്കെ, 2 അടി കൊടുക്കാനുള്ള ദേഷ്യം ആർക്കുണ്ടായിരുന്നു, ജട്ട്പട്ടിന് നട്കട്ടിനോട് ഉണ്ടായിരുന്നു. पर नटखट इतना डरा और घबरा गया हुआ था कि उसे छोटे भाई पर प्यार आ गया, അതായത് എന്താണ്, പക്ഷേ നട്കട്ട് ഇത്ന ഡര ഓർ ഘബറായ ഹുവ ഥാ, അതായത് ഇത്രയും പേടിച്ച് വിറച്ച് നിൽക്കുകയായിരുന്നു. ഡര പേടിക്കുക, ഘബറാന പേടിച്ച് വിറക്കുക. ഓക്കെ, പേടിച്ച് വിറച്ച് നിൽക്കുകയായിരുന്നു. കി ഉസെ ചോട്ടെ ബായ് പർ, അതായത് അവനെ കണ്ടിട്ട് എന്താണ്, ജട്ട്പട്ടിന് അവൻ്റെ മുകളിൽ എന്ത് വന്നു, പ്യാരാകയ, സ്നേഹമാണ് വന്നത്. ദേഷ്യം ഉണ്ടായിരുന്നെങ്കിലും കൂടി അവൻ്റെ മുഖം കണ്ടപ്പോൾ എന്താ വന്നത്, വഴക്ക് പറയാൻ തോന്നിയില്ല, അവനെ സ്നേഹിക്കാനാണ് തോന്നിയത്. ഉസ്നെ നട്കട്ട് കാ ഹാത്ത് പക്കടെ പക്കടെ ഉസ്കാ ബസ്ത ഉഠായ ഓർ പുൽ തക് പഹുഞ്ചാനെ വാലി ചടായി ചടനെ ലഗ, അതായത് എന്താണ്, ദേഷ്യമൊക്കെ വന്നത് അവൻ്റെ മുഖം കണ്ടപ്പോൾ തണുത്തു. ഉസ്നെ നട്കട്ട് കാ ഹാത്ത് പക്കടെ പക്കടെ, അതായത് എന്താണ്, കൈ പിടിച്ചുകൊണ്ട് ഉസ്ക ബസ്ത ഉടായ, അതായത് നട്കട്ടിൻ്റെ ബാഗ് ആ നദീതീരത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബാഗ് എടുത്തുകൊണ്ട് പുൽ തക് പഹുഞ്ചനെ വാലി ചടായി ചടനെ ലഗ, അതായത് പാലത്തിനടുത്തേക്ക് എത്താൻ ഒരു കയറ്റം, ചടായി എന്ന് പറഞ്ഞാൽ കയറ്റം, കയറാണ്ട് ആ കയറ്റത്തിലേക്ക് കയറാൻ തുടങ്ങി. അപ്പോൾ വെള്ളത്തിൽ വീണ നട്കട്ടിനെ ആര് രക്ഷിച്ചു, ചട്ട്പട്ട് രക്ഷിച്ചു. ഓക്കെ, രക്ഷിച്ച ശേഷം അവരെങ്ങോട്ടേക്ക് വരികയാണ്, പാലത്തിലേക്ക് കയറാൻ വരികയാണ്. പുൽ പർ പഹുഞ്ചാ ഹി ഥാ, അതായത് പാലത്തിൽ എത്തിയതേ ഉള്ളൂ. നട്കട്ട് അച്ചാനക് ഗലാ ഫാഡ് കർ റോനെ ലഗ, അപ്പോൾ നട്കട്ട് എന്ത് ചെയ്യാണ്, പെട്ടെന്ന്, അച്ചാനക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ഗലാ ഫാഡ് കർ, തൊണ്ട പൊട്ടിച്ച്, റോനെ ലഗ, കരയാൻ തുടങ്ങി. ജട്ട്പട്ടിനെ കഹ, അപ്പോൾ ജട്ട്പട്ട് പറയാണ്, അബ് തോ തും ബഹുജാനെ സെ ബച്ച് ഗയേ ഹോ ഫിർ ക്യോ റോ രഹേ ഹോ, അപ്പോൾ എന്താണ്, അബ് തോ തും, ഇപ്പോൾ നീ ബഹുജാനെ സെ ബച്ച് ഗയേ ഹോ, അപ്പോൾ എന്താണ്, നീ ഒഴുകിപ്പോകുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ബച്ച് ഗയേ ഹോ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഫിർ ക്യോ റോ രഹേ ഹോ, പിന്നെ എന്തിനാണ് നീ കരയുന്നത്. നട്കട്ടിനെ റോത്തെ റോത്തെ കഹ, നട്കട്ട് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, തും ഘർ ജാക്കർ മാസെ മേരി ശിക്കായത് കരേങ്കേ, അപ്പം എന്താണ് സങ്കടം, നീ വീട്ടിലെത്തിയിട്ട് എന്തു ചെയ്യും, അമ്മയോട് എന്നെപ്പറ്റി പറഞ്ഞു കൊടുക്കൂലേ, അപ്പോൾ ഈ നടന്ന കാര്യങ്ങളൊക്കെ നീ അമ്മയോട് പറഞ്ഞു കൊടുക്കൂലേ എന്ന് പറയുകയാണ്. അപ്പോൾ ബാക്കി നോക്കാം. അഗർ നാ കറൂ തോ, ജട്ട്പട്ട് ചോദിക്കുകയാണ്, അഗർ നാ കറൂ തോ, വീട്ടിലേക്ക് അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിലോ, തോ ജോ കഹോ, അങ്ങനെയാണെങ്കിൽ നീ പറയും പോലെ, അല്ലെങ്കിൽ നീ പറയും പോലെ നമ്മൾ പറയാറില്ലേ, സഹോദരങ്ങളോടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താ ചെയ്തു തരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നീ പറയും പോലെ എന്ന് പറയാറുണ്ട്. അതേപോലെ നട്കട്ട് കാ റോന ബന്ദ് ഹോ ഗയ, അപ്പോൾ നട്കട്ട് കരഞ്ഞുകൊണ്ടിരുന്ന നട്കട്ട് കരച്ചിൽ നിർത്തിക്കൊണ്ട് പറയാണ്, നീ പറയും പോലെ. മുझे കാഗസ് കി നാവ് ബനാന നഹി ആത്താ തും സിഖാ ദേംഗേ, അപ്പോൾ എന്താണ്, ചട്ട്പട്ട് ചോദിക്കുകയാണ്, എനിക്ക് കാഗസ് കി നാവ്, അതായത് പേപ്പർ ഉപയോഗിച്ചുകൊണ്ടുള്ള തോണി ഉണ്ടാക്കാൻ അറിയില്ല, നീ എന്നെ പഠിപ്പിക്കുമോ. ഹാ ഉസ്മേ ക്യാ ഹേ, അതിന് ഇപ്പോൾ എന്താണ് എന്ന് നട്കട്ട് പറഞ്ഞു. നട്കട്ട് ഖുഷ് ഹോക്കർ ബോല, അപ്പോൾ നട്കട്ട് സന്തോഷത്തോടെ പറഞ്ഞു, പർ മുझे തൈർനാ നഹി ആത്താ, എനിക്ക് നീന്തൽ അറിയില്ല. തും സിഖാ ദേംഗേ, നീ എന്നെ പഠിപ്പിക്കുമോ, സിഖാ ദോഗേ, നീ എന്നെ പഠിപ്പിക്കുമോ. ഹാ ഉസ്മേ ക്യാ ഹേ, അപ്പോൾ അതിനിപ്പോൾ എന്താണെന്ന് ആര് പറഞ്ഞു, ചട്ട്പട്ട് മുസ്കുരാത്തെ ഹുए നട്കട്ട് കെ ശബ്ദോं की നക്കൽ की और दोनों भाई हंस पड़े, അതായത് എന്താണ്, നട്കട്ട് പറഞ്ഞ പോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുക, അതായത് എന്താണ്, നമ്മളൊരാളെ കളിയാക്കി പറയില്ലേ, അതേപോലെ ഹാ ക്യൂ നഹി എന്ന് എന്താണ്, നട്കട്ട് പറഞ്ഞ പോലെ ആര് പറഞ്ഞു,
ചട്പട്ട് പറഞ്ഞു. എന്നിട്ട് രണ്ടാളും ആ ശബ്ദത്തിന് അല്ലെങ്കിൽ ആ പറഞ്ഞതിൻ്റെ പേരിൽ ചിരിച്ചു. ലേക്കിൻ झटपट ने नटखट का बस्ता उसे पकड़ाकर പുൽ കി മുണ്ടേർ पर से अपना बस्ता उठाया. അതായത് എന്താണ്, അതിനുശേഷം झटपट നട്ട്കട്ടിൻ്റെ ബാഗ് പുഴക്കരയിൽ നിന്ന് എടുത്തിട്ട് വന്നിരുന്നു, അല്ലെ നദീതീരത്ത് നിന്ന് എടുത്തിട്ട് വന്നിരുന്നു. അത് നട്ട്കട്ടിൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു. അതിനുശേഷം സ്വന്തം ബാഗ്, അതായത് झटपटिൻ്റെ ബാഗ് എവിടെ വെച്ചിട്ടുണ്ടായിരുന്നു? പാലത്തിൻ്റെ കൈവരിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്ത് ചെയ്തു? ഉഠായ, എടുത്തു. തോ ഏകദം ചിന്തിത് ഹോക്കർ ബോല. അതിനുശേഷം ഒരു സെക്കൻഡ് അവൻ ആലോചിച്ചു നിന്നു. അതിനുശേഷം പറഞ്ഞു, അരേ ചോട്ടെ ഹം ദോനോ കെ കപ്പടെ ഭീഗ് ഗയേ ഹേ. അതായത് അനിയ, നമ്മളുടെ രണ്ടാം ചോട്ടെ എന്ന് വിളിക്കുന്നതാണ്. നമ്മളുടെ രണ്ടുപേരുടെയും ഡ്രസ്സ് എന്തായിട്ടുണ്ട്? നനഞ്ഞിട്ടുണ്ട്. ഭീഗ് ജാന, നനയുക. ഹമേ ഭീഗെ കപ്പടോ മേ ദേഖ് മാ പൂച്ചേഗി തോ ക്യാ കഹേങ്കെ. അതായത് നമ്മൾ നനഞ്ഞ ഡ്രസ്സിൽ കണ്ടു കഴിഞ്ഞാൽ അമ്മ എന്തായാലും എന്ത് ചെയ്യും? ചോദിക്കും, എന്താ പറ്റിയത് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്താ പറയുക? ഹാ ബടെ അബ്. അപ്പോൾ ചോട്ട ഉത്തരം പറയാണ്, അതായത് നട്ട്കട്ട് ഉത്തരം പറയാണ് ഹാ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്നുള്ള രീതിയിൽ. നട്ട്കട്ട് ने एक पल सोचा और बोला. അതായത് ഒരു സെക്കൻഡ് സമയത്തേക്ക് ആലോചിച്ചു. അതിനുശേഷം പറയാണ്, ആവോ ദോഡ് ലഗാത്തെ ഹേ. നമുക്ക് എന്ത് ചെയ്യാം? വാ, നമുക്ക് ഓട്ട മത്സരം വെക്കാം. കപ്പടെ അപ്നെ ആപ്പ് സൂഖ് ജായേഗേ. അതായത് എന്താണ്? ഡ്രസ്സ് തന്നെത്താനെ ഉണങ്ങിക്കോളും. ഹാ യഹ് ടീക്ക് ഹേ. झटपट ने अपना बस्ता पीठ पर टांगते हुए कहा. ഇത് ശരിയാണ് എന്ന് ബാഗ് പുറത്തിട്ടുകൊണ്ട് ആര് പറഞ്ഞു? झटपटും പറഞ്ഞു. नटखट ने भी अपना बस्ता पीठ पर टांग लिया और झटपट के बराबर खड़े होकर दौड़ शुरू करने के अंदाज में बोला, एक दो तीन. दोनों दौड़ पड़े. അതായത് എന്താണ്? നട്ട്കട്ട് ने भी अपना बस्ता पीठ पर टांगा. അതായത് എന്താണ്? നട്ട്കട്ടിൻ്റെ ബാഗും കയ്യിലായിരുന്നു. നട്ട്കട്ടും അതെടുത്ത് പുറത്തിട്ടു. ഓക്കെ, ബാഗ് തൂക്കി. അതിനുശേഷം എന്താണ്? ടാങ്ലിയ എന്ന് പറഞ്ഞാൽ തൂക്കുക എന്നാണ് അർത്ഥം. അതായത് പുറത്തിട്ടു എന്നാണ് ആ മീൻ ചെയ്യുന്നത്. ഓർ झटपट के ബരാബർ ഖടേ ഹോക്കർ. അതായത് झटपटिന് നേരെ, ഓട്ട മത്സരത്തിൽ നിൽക്കുമ്പോൾ എല്ലാവരും നേരെ നേരെയല്ലേ നിൽക്കുക. അതേപോലെ झटपटും നട്ട്കട്ടും ഒരേ ലൈനിൽ നേരെ നേരെ നിന്നു. ഹോക്കർ ദോഡ് ഷുരു കർണേ കെ ലിയെ. ഓട്ട മത്സരം തുടങ്ങാനായിട്ട് എന്ത് ചെയ്തു? ഏക് ദോ തീൻ, 1 2 3 എന്ന് എണ്ണാൻ തുടങ്ങി. ദോനോ ദോഡ് പടേ. അതിനുശേഷം എന്ത് ചെയ്തു? 3 എണ്ണി കഴിഞ്ഞപ്പോൾ രണ്ടാളും ഓടാൻ തുടങ്ങി. ആകെ പീछे നഹി ഏക് ദൂസരേ കാ ഹാത്ത് പക്കടെ സാത്ത് സാത്ത്. അവിടെ ഓട്ട മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മുന്നിലും ഒരാൾ പുറകിലുമായിട്ടല്ല ഓടിയത്. പകരം എങ്ങനെയാണ് ഓടിയത്? രണ്ടുപേരും കൈ പിടിച്ചുകൊണ്ട് ഒരുമിച്ച് ഒന്നിച്ചൊന്നായിട്ടാണ് എന്ത് ചെയ്തത്? ഓടിയത്. സർദിയാം അബി ശുരു നഹി ഹുയി ഥി. അതായത് എന്താണ്? തണുപ്പ് കാലം. സർദി എന്ന് പറഞ്ഞാൽ തണുപ്പാണ്. തണുപ്പ് തുടങ്ങിയിട്ടില്ലായിരുന്നു. മോസം സാഫ് ഥ. മോസം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ. കാലാവസ്ഥ അത്യാവശ്യം തെളിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. ചട്കീലി ധൂപ് നിക്ലി ഹുയി ഥി. ചട്കീലി ധൂപ് എന്ന് പറഞ്ഞാൽ നല്ല തെളിഞ്ഞ് നല്ല പ്രകാശമുള്ള, അത്യാവശ്യം നല്ല വെയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഉദിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ദോനോ ഭായ് മജേ മേ ദോഡ്ത്തെ ചലേ ഗയേ. അതായത് രണ്ട് സഹോദരങ്ങളും എന്താണ്? ഓട്ടി നല്ല സന്തോഷത്തോടെ പോവുകയാണ്. നാലാ പാർക്കിയ. അതായത് എന്താണ്? അരുവി കടന്നു. ബാഗ് പാർക്കിയ. അതായത് എന്താണ്? പൂന്തോട്ടം കടന്നു. ഗേത്ത് പാർക്കിയ. ഗേത്ത് എന്താണ്? കൃഷിയിടങ്ങൾ കടന്നു. ബർഗത് കോ ഭി പീച്ചെ ചോട് ദിയ. അതായത് എന്താണ്? ആൽമരത്തിനെയും പിന്തള്ളിക്കൊണ്ട്. ലേക്കിൻ പോക്കർ തക് പहुँचते दोनों തക് ഗയേ ഓർ റുക് ഗയേ. ഇതൊക്കെ അവർ ഓടിത്തന്നെ കടന്നു. ഓക്കെ, കുളമെത്താറായപ്പോഴേക്കും അവർ രണ്ടുപേരും വല്ലാണ്ട് അങ്ങ് ക്ഷീണിച്ചിരുന്നു. അതിനുശേഷം അവർ ഓടിയിട്ടില്ല. അവർ മെല്ലെ നടക്കാനായിട്ട്, അതായത് സ്റ്റോപ്പായി എന്ന് പറഞ്ഞു. ഓട്ട മത്സരം നിർത്തി. ഓക്കെ, കപ്പടെ സൂഖയെ ചോട്ടെ. അപ്പോൾ എന്താണ്? झटपट പറയാണ്, നമ്മുടെ ഡ്രസ്സുകൾ ഉണങ്ങിയിട്ടുണ്ട് ചോട്ടെ. ഹാഫ്ത്തെ ഹുവേ ലേക്കിൻ ഖുഷ് ഹോത്തെ ഹുവേ കഹ. അതായത് ഹാഫ്ന മീൻസ് കിതച്ചുകൊണ്ട്. ഓട്ട മത്സരം നടത്തി കിതച്ചുകൊണ്ടാണ് പറയുന്നത്. കിതച്ചുകൊണ്ടാണ് പറഞ്ഞത്. അതേപോലെ ഹാപ്പിയാണ്. ഓക്കെ, ഹാ ബടെ വാക്കൈ കപ്പടെ തോ സൂഖ് ഗയേ
നട്കട്ട് ने भी खुश होकर कहा. അതായത് എന്താണ്, ഹാ ശരിയാണ്, സത്യമായിട്ടും രണ്ടാളുടെ ഡ്രസ്സും എന്തായിട്ടുണ്ട്, ഉണങ്ങിയിട്ടുണ്ട്. तभी नटखट को पोकर किनारे एक चिकनी घिट्टी दिखाई पड़ी. नटखट ने उससे उठा लिया और तिरछे होकर उससे इस तरह फेंका कि घिट्टी पानी की सतह पर उछलती हुई दूर तक चली गई. അതായത് ആ സമയത്താണ് നട്കട്ടിൻ്റെ കണ്ണിൽ കുളക്കടവിൽ ഒരു കല്ല്, ചെറിയൊരു കല്ലിനെ കണ്ണിൽപ്പെട്ടത്. ആ കല്ല് നട്കട്ട് എടുത്ത് എന്ത് ചെയ്തു, വെള്ളത്തിലേക്ക് ഡയഗണലായിട്ട് എറിഞ്ഞു. ഡയഗണലായിട്ട് തിരിച്ച് ഹോക്കർ എന്ന് പറഞ്ഞാൽ ഡയഗണലായിട്ട് എറിയുക. എങ്ങനെ എറിഞ്ഞത്? പാനിക്ക് സത്തഹ് പർ ഉച്ചൽത്തി ഹുയി, വെള്ളത്തിൻ്റെ സർഫേസ്, ജലോപരിതലത്തിനെ ഒന്നിളക്കി മറിച്ചുകൊണ്ട് കല്ല് എന്ത് ചെയ്തു, വളരെ ദൂരം സഞ്ചരിച്ചു പോയി. ദേഖാ ദേഖി ചട്പട്ട് ने भी एक गिट्टी उड़ाकर फेंक दी. അതായത് ഇത് കണ്ടില്ല, അതായത് ഇത് നടക്കുന്ന അതേ സമയത്ത് ആര്, ജട്പട്ട് വന്നെടുത്തു, ഒരു കല്ലെടുത്തങ്ങ് എറിഞ്ഞു. ലേക്കിൻ ഉസ്കി ഘിട്ടി ഏക്ദം പാനി പർ ഗുഡുപ്പ് ഹോ ഗയേ. അതായത് അവൻ്റെ കല്ല് പക്ഷേ അതേപോലെ സർഫേസിൽ തൊട്ടങ്ങ് ദൂരേക്ക് പോയില്ല. അതിന് പകരം വെള്ളത്തിൽ ബ്ലൂം എന്ന് പറഞ്ഞ വെള്ളത്തിലേക്ക്, ഗുഡുപ്പ് എന്ന് പറഞ്ഞ വെള്ളത്തിലേക്ക് വീഴുകയാണ് ചെയ്തത്. ബടെ തുംകോ കിട്ടി പേരാന നെഹിയാത്ത. അപ്പോൾ നിനക്ക് കല്ലെറിയാൻ അറിയില്ലേ? ഹാ ചോട്ടെ തും സിക്കാ സക്തേ ഹോ. ആ അനിയ, നിനക്ക് എന്നെ അത് പഠിപ്പിക്കാവുന്നതാണ്. അപ്പം ബാക്കി നോക്ക്. ക്യോ നഹി അബി ലോ. नटखट ने ध्यान से नीचे देखकर एक खिट्टी उठाई और झटपट को दिखाते हुए बोला, खिट्टी ऐसी लो जो ज़्यादा भारी और खुरदुरी ना हो, हल्की और चिकनी हो और उससे इस तरह फेंको. അപ്പോൾ നട്കട്ടിനോട് झटपट പറയാണ്, നിനക്ക് എന്നെ ഇങ്ങനെ കല്ലെറിയാൻ പഠിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നട്കട്ട് പറയാണ്, പിന്നെന്താ, ഞാൻ പഠിപ്പിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രദ്ധയോടെ താഴെ നിന്നൊരു ചെറിയ കല്ല് എടുക്കുകയാണ്. ഗിട്ടിയുടായി ചെറിയ കല്ലെടുക്കുകയാണ്. അതിനുശേഷം झटपट അത് കാണിച്ചുകൊണ്ട്, झटपट को दिखाते हुए, झटपट കാണിച്ചുകൊണ്ട് പറയാണ്, ഗിട്ടി ऐसी लो जो ज़्यादा भारी और खुरदुरी ना हो. അതായത് ഇങ്ങനെയുള്ള കല്ലെടുക്കുക, അധികം ഭാരമില്ലാത്ത, അധികം പരുപരുത്തതല്ലാത്തത് നോക്കിയെടുക്കുക. ഹൽക്കി ഓർ ചിക്നി ഹോ, അതായത് ഭാരം കുറഞ്ഞതും ചെറുതുമായിട്ടുള്ളത് എടുക്കുക. ഓർ ഇസ് തര ഫേക്കോ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ എറിയൂ. ലേക്കിൻ അബ് തക് ചട്പട്ട് കാ ധ്യാൻ ബൺ ചുക്കാ ഥാ. അതായത് എന്താണ്, അപ്പോഴേക്കും ചട്പട്ടിൻ്റെ ശ്രദ്ധ എന്തായിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു, ആ കാര്യത്തിൽ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു. വഹ് പോക്കർ കെ പാനി പർ തേർത്തി ബതങ്കോ കോ ധ്യാൻ സെ ദേഖ് രഹാ താ. അപ്പോൾ ആ സമയമാകുമ്പോഴേക്ക് ചട്പട്ട് എവിടെ ഉണ്ടായിരുന്നു? ചട്പട്ട് ആ വെള്ളത്തിന് മുകളിൽ, അതായത് കുളത്തിലെ വെള്ളത്തിന് മുകളിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന താറാവിനെയും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ കഥ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ശ്രദ്ധയോടെ ടെക്സ്റ്റ് എടുത്തിട്ട് ഒന്നുകൂടി ഈ കഥ വായിക്കുക. എല്ലാവർക്കും ചട്പട്ടിൻ്റെയും നട്കട്ടിൻ്റെയും കഥ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, താങ്ക് യു.